അല്ല എന്തിനാ കരയുന്ന? എന്റെ പേരെന്താ? സൂര്യ. ഓ, സംസാരശേഷിയില്ലല്ലേ? ഇവിടേക്ക് എന്തിനാ വന്നേന്ന്? ബാംഗ്ലൂർ നന്നായിട്ട് പഠിക്കാത്ത കാരണം ഇവിടേക്ക് പറഞ്ഞയച്ചതാ പാരന്റ്സ്. വീട് വിട്ട് ഒരുപാട് ദൂരത്ത് വന്നോണ്ടായിരിക്കും. നീ അതിലെന്താ കാണുന്നേ? ചന്ദ്രനെ കാണുന്നുണ്ട്. കുറച്ചുകൂടി താഴേക്ക് നോക്കിയേ. അവിടെ ഒരു വീട് കാണാൻ പറ്റുന്നുണ്ട്. അതെന്റെ വീടാ. മര്യാദക്ക് പഠിക്കാത്തതിന്റെ പേരിൽ ഇവിടേക്ക് പറഞ്ഞു വിട്ടതാ. എന്റെ മനസ്സ് വിഷമിക്കുന്ന സമയത്തൊക്കെ ഇതിൽ കൂടെ ഞാൻ എന്റെ വീട് കണ്ടോണ്ടിരിക്കേ. വെറുതെ അറിയണ്ട ബ്രോ, നമുക്ക് അകത്തേക്ക് പോവാം. നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടോ. നീ ആരാന്നാ നിന്റെ വിചാരം? ഇവിടെ വന്ന് റൗഡിസം കാണിക്കാന്ന് വിചാരിക്ക? കൈയൊക്കെ അങ്ങോട്ട് മടക്കി കയറ്റി വെച്ചേക്കാണല്ലോ. ഇറക്കി മര്യാദക്കിട. നീ ഭയങ്കര റൗഡിയൊക്കെ ആയിരിക്കാം, എനിക്കൊരു പേടിയില്ല കേട്ടോ. മനസ്സിലായോ? പോയേ റൂമിലേക്ക് പോടാ. പോടാ. എന്നിട്ട് എന്തായി? ആരുടെമാരൊക്കെ ഒരു മാതിരി നോക്കാണല്ലോ. വന്നേ. ആരാ ഇവിടെ പട്ടിയെ പോലെ കിടന്ന് പോകുന്നത്? ശരിയാണല്ലോ. നിങ്ങളല്ലേ ഇത് ചെയ്തത്? ഞങ്ങളല്ല സാർ. ആരെങ്കിലും കണ്ടായിരുന്നോടാ? ഞങ്ങള് മാത്രമേ കണ്ടുള്ളൂ സാർ. എടുത്തു തരട്ടെ സാർ? ഞാൻ തന്നെ എടുത്തോളാം. റൂമിലേക്ക് പോ. അതെ ഇവിടെ വെൽക്കം ടു ഹോം, അവേ ഫ്രം ഹോം. ഇവിടെ ബിഗ് ബോസ് എവിടെയാ? എന്നിട്ട് ബിഗ് ബോസ് എവിടെ? ബിഗ് ബോസ് അല്ല, നിങ്ങൾ പഠിക്കാൻ വന്ന ഈ ഹോസ്റ്റലില് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാളാണ്. കുറച്ച് പരിഷ്കരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂംമേറ്റ്. ഇതെന്താടാ അശരീരി മാത്രം ഇവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ? അയ്യോ എന്റെ പുണ്യാത്മാവേ, കൈ കൂപ്പി ചോദിക്കുക, അങ്ങയുടെ ദർശനം ഒന്ന് തരാൻ സാധിക്കോ? ഭക്ത, നിന്റെ പരിശുദ്ധമായ ആ കണ്ണുകൾ കൊണ്ട് ഈ വശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ഏത് വശ? ഇവിടെ. ഭക്ത, ഇവൻ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള പോലെയാണല്ലോ ഇവിടെ തോന്നുന്നത്. ഇല്ല മോനെ, ഞാൻ ഇവിടേക്ക് വന്നിട്ട് 2 മിനിറ്റേ ആയിട്ടുള്ളൂ. അത്രേ ആയുള്ളൂ. 2 മിനിറ്റ് കൊണ്ട് എത്രയും കാര്യം ചെയ്ത കുട്ടിയാ ബിഗ് ബോസ്. ഇത്രയും പുസ്തകം പഠിക്കുന്ന മഹാജ്ഞാനിയായ ഇദ്ദേഹം ഞങ്ങളുടെ ഗുരുസ്ഥാനത്താണ്. എല്ലാവരും ബഹുമാനിക്കുന്നു. അടുത്ത ടാസ്കില് ഇദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഗുഡ് മോർണിംഗ് എവരിവൺ. വെൽക്കം ടു ദിസ് അക്കാഡമിക് ഇയർ. സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും ഒരു ലക്ഷ്യത്തോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും നന്നായി തന്നെ പഠിക്കും. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട്. വേണ്ട, ഫൈനൽ ഇയർ ആയാലും മെക്കാനിക് ആവാനേ പറ്റൂ. പെൺപിള്ളേരെ മുട്ടാൻ പറ്റൂല. ഫസ്റ്റ് ഇയറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. എന്ത് ചെയ്യാനാ? പെണ്ണേ എൻ കണ്ണേ. ആരും കാണുന്നില്ല. വെൽക്കം ടു ദിസ് അക്കാഡമിക് ഇയർ. താങ്ക് യു.
തൽക്കാലം ഇവിടെ തന്നെ കയറിയിരിക്കാം. ഓ എന്റെ ദൈവമേ, ഇത്തവണയെങ്കിലും നല്ല അടിപൊളി പെമ്പിള്ളേരെ സെറ്റാക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നേക്കണേ എന്റെ ദൈവമേ. ആ. ഹായ്. ഹായ്. നമ്മുടെ മെക്കാനിക്കലും ഇത്രയും പെമ്പിള്ളേരോ? Dear girls, ഞാനാണ് നിങ്ങളുടെ ലവർ ബോയ് അർണോൾഡ്, നിങ്ങളുടെ ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡന്റ്, നിങ്ങളുടെ സീനിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ നോട്ട്സ് വല്ലതും വേണോ? എന്നോട് ചോദിച്ചാൽ മതി. പ്രിൻസിപ്പലിന്റെ അടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ അതും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയൂ, നമ്മളെല്ലാം ചേർന്ന് പോരാടും. വരൂ, വാരിപ്പുണരൂ, ഉമ്മകൾ നൽകൂ. വരൂ വരൂ വരൂ, പെട്ടെന്ന് വരൂ, ടീച്ചർ ഇപ്പൊ വരും. ഓ, അമ്മേ. ഭാഗ്യം, ആരും കണ്ടില്ല. ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ വലിയ നാണക്കേടാ. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കല്ലേ മോനെ. എടാ കൊളക്കോഴി, വിശ്വസിക്കേണ്ട പെണ്ണുങ്ങളെയൊന്നും വിശ്വസിക്കേണ്ട. പുറകെ നടന്നു പ്രേമിച്ച് ഏപ്രിൽ ഫൂൾ ആവണ്ട. ആരടാ നിന്നെ അടിച്ച്? മെക്കാനിക്കല് പെണ്ണുങ്ങളാടാ. ഒന്ന് മുന്നിലേക്ക് നോക്കി, കുറച്ചുകൂടെ. ഇനിയൊന്ന് അങ്ങോട്ട് നോക്കി. കമ്പ്യൂട്ടർ സയൻസിലെ പെൺപിള്ളാരാ, എഴുന്നേറ്റ് വരാൻ നോക്ക്. വെറുതെ തല്ലുകൊള്ളാനായിട്ട്. നമസ്കാരം സർ. സാർ ഇവിടെ പുതിയതാ? ആ പുതിയത് തന്നെ, ഇവിടെ മാത്രം. പക്ഷെ സബ്ജക്റ്റിന്റെ കാര്യമെടുത്താൽ പുലിയാണ്, പായും പുലി. ഞാൻ കാണാതെ പഠിച്ച സബ്ജക്റ്റിലെല്ലാം 100 ആണ് ഔട്ട് ഓഫ് 100. ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാവരും തന്നെ ആഫ്രിക്ക, അമേരിക്ക, അഫ്ഗാനിസ്ഥാൻ, തായ്ലാന്റിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, സംസാരിച്ചോണ്ടിരിക്കുന്ന എന്റെ കണ്ണാടി ഇവിടെ പോലെ കണ്ണ് കാണുന്നല്ലോ. അയ്യോ, കണ്ണാടി ഇല്ലെങ്കിൽ കണ്ണാടി ഇവിടെ പോയി. അയ്യോ, ഇതെവിടെ കാല് ധാരാ. ഈ കണ്ണാടി ഇല്ലെങ്കിൽ ഞാൻ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കയറി പിടിക്കും സാറേ. എന്റെ കണ്ണാടി കിട്ടിയത് കൊള്ളാം സാറേ. ഓക്കെ, താങ്ക് യു. അയ്യോ, ഒന്നും പറയണ്ട, പെട്ടെന്ന് ഫസ്റ്റ് നൈറ്റില് ലൈറ്റ് ഓഫ് ആയി പോലത്തെ അവസ്ഥയായി പോയി. ചോ, എന്നെ കൊണ്ട് ഞാൻ തോറ്റ്. ഒന്നുമില്ല സാറേ, ഈ കണ്ണാടി വെച്ചില്ലെങ്കിലേ എനിക്ക് ചെറുതായിട്ട് കണ്ണ് കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. കുറച്ചൊന്നുമല്ല, സാറിന് ഒട്ടും കണ്ണ് കാണാൻ പറ്റില്ല. പുലിക്ക് കണ്ണിന് ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട് സാറേ. അല്ല, സാറിന് ഒരുപാട് വർഷമായിട്ട് കണ്ണിന് കാഴ്ച കുറവുള്ള പോലെയാണല്ലോ. അങ്ങനെ ഒന്നും ഇല്ലെന്നേ. ലീവ് ഇറ്റ്. അതായത് ഇത്തവണ മെക്കാനിക്കൽ ഫൈനൽ ഇയറിലെ ടോപ്പർ ആരാണ്? അത് പിന്നെ കിരൺ ഒരു കുട്ടിയാണ്. കിരൺ ആങ്കൊച്ചല്ല സാറേ, പെൺകുട്ടിയാ. നിക്ക്. നിർത്ത്. നീ എന്ന് ഈ പരിപാടി തന്നെയാണ് ശരിയാവില്ല കേട്ടോ. നിന്റെ ഈ മാട്ടം വണ്ടി എനിക്ക് വന്നിട്ട് നീ എന്റെ ബുള്ളറ്റ് കൊണ്ടുപോയി എങ്ങനാ? എന്റെ അച്ഛൻ എന്നെ വീട്ടിൽ പട്ടിയെ പോലിട്ട് തല്ലുവാ. സോറി ബേബി. എന്നാ സോറി? ബൈക്ക് എന്റേത്, പെട്രോൾ എന്റേത്, ഷൈൻ ചെയ്യുന്ന മാത്രം നീ. നിനക്ക് ലോലിപോപ്പ് ഭയങ്കര ഇഷ്ടമല്ലേ? ഞാൻ ഈ കോളേജിൽ പുതിയതായിരിക്കാം, ബട്ട് ഐ എം വെരി സ്ട്രിക്റ്റ്. ആരെങ്കിലും ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ട് വന്നാൽ അബ്സല്യൂട്ട്ലി നോ എൻട്രി. മേ ഐ കം ഇൻ സർ? മെക്കാനിക്കൽ ക്ലാസ്സിൽ പെൺകുട്ടിയോ? നക്ഷത്രങ്ങൾക്കിടയിൽ വേണമെങ്കിൽ ചന്ദ്രന് നിൽക്കാം, പക്ഷെ നീ നിന്നാ ശരിയാവില്ല മോളെ. വന്നോളൂ മോളെ, വന്നോളൂ, ഐശ്വര്യമായിട്ട് വന്നോളൂ. അതെന്താ സാറേ ലേറ്റ് ആയി വന്ന നോ എൻട്രി ഞങ്ങക്ക് മാത്രമേ ഉള്ളൂ? ഗോവിന്ദന്റെ മോനെ, പോയി നിന്റെ മോന്ത കണ്ണാടി നോക്കടാ. ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലുണ്ട്, ഇരിക്കടാ അവിടെ. വാമളെ, നീ കയറുക. എന്റെ ദൈവമേ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെ.
ആരാ നീ കണ്ടെത്തി കുത്തു നിർത്തിയ നോക്കുത്തിയ പോലെ ഞാൻ നോക്കൂത്തിയൊന്നുമല്ല, എന്റെ പേര് ഡാസ്ലിംഗ് രാജ. കേട്ടിട്ടുണ്ട് നീ വാ പൊത്തി അത് കയറി മിണ്ടായിരിക്കും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങളൊക്കെ ഫൈനൽസ് വരെ എത്തി. ക്ലാസ്സിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. ക്യാമ്പസ് ഇന്റർവ്യൂ നടത്താനായി പല കമ്പനിക്കാരും നമ്മുടെ കോളേജിലേക്ക് വരാൻ പോവുകയാണ്, എസ്പെഷ്യലി ഓട്ടോമൊബൈൽ കമ്പനീസ്. അതുകൊണ്ട് എല്ലാവരും പഠിത്തത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ക്യാമ്പസ് ഇന്റർവ്യൂ നിങ്ങളുടെ ഭാവിക്ക് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേണം എടുക്കാൻ. കാരണം ഈ ഫീൽഡിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്താവും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കേ, നൗ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എന്താടാ ഇവിടെ നടക്കുന്നത്? ഇഡിയറ്റ്, നോൺസെൻസ്. ഈ പുലി ക്ലാസ് എടുക്കുമ്പോൾ ഒറ്റ ഒരെണ്ണം വേണ്ടി പോകരുത്. കീപ് ക്വയറ്റ്, അണ്ടർസ്റ്റാൻഡ്? അല്ലെങ്കിൽ എല്ലാത്തിനും കഴുത പിടിച്ച് പുറത്തിറക്കി വിടും. റാസ്കൽസ്. എന്തെങ്കിലും ഒരു കാരണം കിട്ടേ മതി, അതിന്റെ പേര് അപ്പൊ തന്നെ ഇറങ്ങി പോകും. പഠിപ്പിക്കാൻ വന്നത് എന്നെ പറഞ്ഞാൽ മതി. പോ.